ആ ഈ വയനാട് ചുരം കാണാൻ വരുന്നവരോട് ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് അടക്കം നിങ്ങളിവിടെ നാശകോശാക്കി ഇട്ടിരിക്കുക. ഞങ്ങൾ റോയൽ റണ്ണേഴ്സ് ഇത് 2ാമത്തെ വർഷമാണ് ഈ റണ്ണ് നടത്തുന്നത്, വയനാട് ചുരം റണ്ണ്. പക്ഷെ ഒരു സിംഗിൾ പ്ലാസ്റ്റിക് വേസ്റ്റ് ഇവിടെ കാണാൻ പറ്റില്ല നിങ്ങൾക്ക്. നിങ്ങളായിട്ട് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ വന്നവര് വന്ന് കാണുക, പ്ലാസ്റ്റിക് വേസ്റ്റ് വലിച്ചെറിയുക. അതാ ഈ ബോട്ടിൽസൊക്കെ നമ്മൾ പെറുക്കിയിടുകയാണ്, വേറെ നിവൃത്തിയില്ലല്ലോ. ദയവ് ചെയ്തിട്ട് ഇവിടെ അൽക്കുൽത്താക്കാൻ വരുന്നവരോട് പറയാനുള്ളത്, ഈ പ്രകൃതി ഉണ്ടെങ്കിലേ നമ്മളുള്ളൂ. ഈ പ്രകൃതി നിങ്ങൾ ഇവിടെ വന്നിട്ട് സ്പീക്കർ വെച്ച് അടിച്ചു പൊളിക്കേണ്ട, ഈ പ്രകൃതിന്റെ സംഗീതം ആസ്വദിക്കാൻ വേണ്ടി വാ. നിങ്ങൾ സ്പീക്കർ വെച്ച് അടിച്ചു പൊളിക്കണമെങ്കിൽ വേറെ നിങ്ങളെ നാട്ടിൽ ചെയ്. ഇവിടെ സംഗീതവും പ്രകൃതി എല്ലാം ഉണ്ട്. പക്ഷെ ഇവിടെ വന്നിട്ട് ദയവ് ചെയ്ത് അൽക്കുൽത്താക്കരുത്, മനസ്സിലായി? ഇവിടെ ഒക്കെ പ്ലാസ്റ്റിക് ബോട്ടിൽസ് ആണ്. ഇനിയെങ്കിലും തലയിൽ വെളിച്ചം വന്നിട്ടില്ല മക്കളെ, ഇടുക്കാണ്ടാവില്ല നമ്മളെ കാര്യം. ഇത് കണ്ടോ, ഇവിടൊക്കെ എത്രയോ മാസങ്ങളായിട്ടുള്ള പ്ലാസ്റ്റിക് വേസ്റ്റുകളാണ്. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ക്ലിയർ ചെയ്യാണെന്നുള്ളൂ. നമ്മൾ നമ്പർ വൺ നമ്മൾ നമ്പർ വൺ ആവുക ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്താലാണ് നമ്മൾ നമ്പർ വൺ ആവുക. അല്ലാതെ എത്ര നമ്മൾ മുന്നോട്ട് പോയിട്ടും കാര്യമില്ല, മനസ്സിലായില്ലേ? വേസ്റ്റ് നമ്മളെ നാട്ടിലെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കും. എന്നാലോ നിങ്ങൾ അന്യ നാട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ഇത് ചെയ്യോ? അവിടെ അടിമകളെ പോലെ അനുസരിക്കൂലേ? നമ്മളെ നാട്ടിൽ എന്തും ആവാന്നുള്ള ഒരു ധാരണയാണ്. അത് ആദ്യം മാറ്റുക, എന്നാലേ നമ്മളെ നാട് നന്നാവുള്ളൂ, മനസ്സിലായില്ലേ?